ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്യാരേജിൽ നോർമൽ സർവീസിന് വന്ന വണ്ടിയുടെ വീഡിയോസാണ്. അപ്പോൾ ഔപചാരികമായിട്ട് നമ്മൾ നല്ല തിരക്കായിരുന്നു വർക്ക്ഷോപ്പിൽ. അപ്പോൾ അതിലേക്കൂടെ പോയി കഴിഞ്ഞപ്പോൾ കസ്റ്റമർ ചോദിച്ചാണ് നമ്മളോടൊന്ന് നോർമൽ ഓയിൽ സർവീസ് ചെയ്ത് തരാൻ പറ്റുമോ. അങ്ങനെ പുള്ളി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ പുള്ളി കണ്ടപ്പോൾ അങ്ങനെ ഒരു റിവ്യൂ എടുക്കണമെന്ന് തോന്നിയത് കാരണം പുള്ളി വളരെയധികം നല്ലൊരു ഇത് പറഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം. അങ്ങനെ ഒരു റിവ്യൂ എടുത്തിട്ടാണ്, അല്ലാതെ ഒരു പൊങ്ങച്ചം കാണിക്കാനൊന്നുമല്ല. അതായത് കസ്റ്റമർ ഹാപ്പി ആയിരിക്കണം, അത് നമ്മുടെ ഒരു നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഒരു 100 രൂപയുടെ പണി ചെയ്തുകൊണ്ടെങ്കിൽ ഒരു ഹാപ്പി ആയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകണം. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളൊരു കാര്യം. കാരണം ഈ ഫീൽഡിൽ ഏറ്റവും അത്യാവശ്യം നമ്മൾ കസ്റ്റമർ ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും ഹാപ്പി ആക്കൽ സാധ്യമല്ല, എന്നാലും മാക്സിമം അവരെ ഹാപ്പി ആക്കാൻ ശ്രമിക്കുക. നമ്മൾ പണിത് കൊടുക്കുന്ന പണി നല്ല കണ്ടീഷനാണെന്ന് അവർക്ക് തോന്നിക്കുക അവർ ഹാപ്പി ആയിരിക്കും, അത് ഉറപ്പാണത്. നമ്മളതിനകത്ത് ഓയിൽ ഫിൽറ്റർ, ഓയിൽ ലെൻസ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് വേണ്ടൊരു ചെക്കപ്പും ചെയ്ത് കൊടുത്ത് ലാമ്പുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ചെയിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോസിൽ ലോങ് വീഡിയോ ആയതുകൊണ്ട് ആയിപ്പോവും, അതുകൊണ്ട് ഞാൻ അതിനകത്ത് കാണിച്ചില്ല എന്നുള്ളൂ. ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് വളരെ ഹാപ്പി ആയിപ്പോയി പുള്ളി. അപ്പോൾ അടുത്തൊരു ഡേറ്റൊക്കെ ചോദിച്ചുകൊണ്ടാണ് പോയത്. വരുമോ വരാതിരിക്കുമോ അതല്ല നമ്മുടെ കാര്യം, പുള്ളി ഹാപ്പിയാണ്. എനിക്ക് വളരെയധികം സന്തോഷവും തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ. അപ്പം പുള്ളിയുടെ വണ്ടിയുടെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും നേരത്തെ ഒരു എക്സ്പീരിയൻസ് പുള്ളി പറയും. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഇത് കാണുന്നത്, ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ഡേറ്റ് ആണ്, വണ്ടി ഒന്ന് ഫുൾ ചെക്കപ്പ് ചെയ്തപ്പോൾ എന്തൊക്കെ കംപ്ലയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് എന്നൊരു ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ സർവീസിനകത്ത് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഫ്യൂച്ചർ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.